ഇഡിയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് വീണ മുങ്ങി. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണയെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനിരിക്കെ ഇന്നലെ നിർണായകമായ ഒരു നീക്കത്തിലൂടെ വീണ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇഡിക്ക് ഇന്നലെ വീണ ഒരു മെയിൽ അയച്ചു. ആ മെയിൽ പറയുന്നത് തനിക്ക് കൊച്ചി സോണൽ ഓഫീസിൽ നേരിട്ട് എത്താൻ കഴിയുകയില്ല. കാരണം ഇഡിയുടെ സോണൽ ഓഫീസ് കൊച്ചിയിലാണ്. വീണയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും അവിടേക്ക് എത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വീണ ഇഡിക്ക് ഒരു മെയിൽ അയച്ചു. ഇഡി അത് സ്വീകരിച്ചു. എന്താണ് ആ സ്വീകരിക്കാനുള്ള കാരണം? കാരണം ഇത്രയും കൃത്യമായി ഇഡി വീണ വിജയനെ പൂട്ടാനായി ഏറെ നാളായി വളരെ കോൺഷ്യസായി വളരെ ബോധപൂർവമായി നടത്തിയ ഒരു നീക്കത്തിന് അവസാന നിമിഷം ഒരു യൂട്ടേൺ എടുത്തുകൊണ്ട് വീണ പറയുകയാണ്, ഞാൻ ഇന്ന് വരുന്നില്ല, എനിക്ക് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇത് ഇഡി അങ്ങനെ വകവെച്ച് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കും. കാരണം മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. കൃത്യമായി വീണ വിജയന്റെ അഭിഭാഷകൻ ഇക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ നിയമ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകാം ഇങ്ങനെ ഒരു നിലപാട് വീണ കൈക്കൊണ്ടിരുന്നത്. മാത്രമല്ല, വീണ ഇമെയിലിൽ അറിയിച്ച മറ്റൊരു കാര്യം, ഇഡി ആവശ്യപ്പെടുന്ന രേഖകൾ തൻ്റെ അഭിഭാഷകൻ മുഖേന വേണ്ടി വന്നാൽ നാളെ സോണൽ ഓഫീസിലേക്ക് കൊടുത്തയക്കാമെന്നാണ് ഈ ഇമെയിലിന്റെ ഉള്ളടക്കം. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ ഇഡി ഒഴിവാക്കുമോ എന്ന് ചോദിച്ചാൽ, ഇഡിയുടെ പല കേസുകൾ പരിശോധിച്ചാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇഡിക്ക് അത് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ഒഴിവാക്കും. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇഡി അവരെ ഒഴിവാക്കും എന്നുള്ളതാണ് ഇഡിയുടെ ചരിത്രം. അങ്ങനെ ഈ ചരിത്രം പരിശോധിച്ച ശേഷമാവാം ഈ വീണയുടെ അഭിഭാഷകൻ ഇത്തരമൊരു നിലപാടെടുക്കാൻ ഇന്നലെ വീണയെ പ്രേരിപ്പിച്ചതും അതിൻ്റെ പ്രകാരം അത്തരമൊരു മെയിൽ ഈ ഇഡിക്ക് വീണ അയച്ചതും. അതുകൊണ്ട് തന്നെ ഇന്ന് ചോദ്യം ചെയ്യേണ്ടുന്ന വീണയെ ചോദ്യം ചെയ്യില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വീണയ്ക്ക് ഒഴിഞ്ഞു മാറാനാവില്ല, അല്ലെങ്കിൽ ഇഡി ഉദ്ദേശിക്കുന്ന ആ പ്രതിക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. പകരം മറ്റൊരു ദിവസത്തേക്ക് ആ ചോദ്യം ചെയ്യൽ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വീണ കണ്ടത് ആ പഴുതാണ്. ഇഡിയുടെ ചരിത്രം പരിശോധിച്ച് ഏതെല്ലാം തരത്തിലാണ് ഇഡി ഈ പറയുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തി ആ പഴുത് ഉപയോഗിച്ച്, ആ നിയമത്തിന്റെ പഴുത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കത്തിന്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് വീണ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പറയുന്നത് പോലെ സത്യസന്ധമാണെങ്കിൽ ഇഡിയുടെ ചോദ്യം നമുക്കറിയാമല്ലോ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലാണ്. രാവിലെ 8 മണിക്ക് കയറിയാൽ ചിലപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നത് പുലർച്ചെയായിരിക്കും. അത്തരത്തിലുള്ള തുടർച്ചയായ ചോദ്യം ചെയ്യലാണ് ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇഡിയുടെ ഭാഗത്ത് നിന്ന് പലതരത്തിലാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ രാവിലെ പുലർച്ചെ തുടങ്ങുന്ന ചോദ്യം ചെയ്യൽ, അങ്ങനെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ചോദ്യം ചെയ്യൽ. രണ്ടാമതായി ഇഡി ചോദ്യാവലി തയ്യാറാക്കും. ഒരു 10-100 അവർക്ക് ആവശ്യമുള്ള ക്ലാരിറ്റി വേണ്ട തരത്തിലുള്ള ചോദ്യാവലി തയ്യാറാക്കും. ഇപ്പോൾ തന്നെ വീണയുടെ കാര്യത്തിൽ ഇഡി അത്തരത്തിൽ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യാവലി വീണയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിക്ക് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ ആ ചോദ്യാവലിയുടെ ഉത്തരം ഇവർ എഴുതി നൽകേണ്ടതുണ്ട്. അങ്ങനെ ആണ് നമ്മുടെ മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള ചിദംബരത്തെ ചോദ്യം ചെയ്ത രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇഡി ഈ രാവിലെ വിളിച്ചു വരുത്തി കസേരയിട്ടിരുത്തി അഭിമുഖം പോലെ ചോദ്യം ചെയ്യുക, നേരിട്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നില്ല ധനമന്ത്രി ചിദംബരത്തിന് നൽകിയിട്ടുള്ള ആ ഒരു രീതി. മറിച്ച് ചിദംബരത്തിന് ചോദ്യാവലി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ സ്വന്തം കൈപ്പടയിൽ അതിന് ഉത്തരമായി ഇവരെഴുതി നൽകണം. അപ്പോൾ അങ്ങനെ വീണ വിജയന്റെ കാര്യത്തിലും ഈ ചോദ്യാവലിയാണ് ഇപ്പോൾ ഇഡി തയ്യാറാക്കിയത്. അത് ഏത് തരത്തിൽ നമുക്ക് എടുക്കുമെന്നറിയില്ല. ഒരു പക്ഷേ വീണ വിജയനെ നേരിട്ട് വിളിച്ചു വരുത്തുകയാണെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യാം, നേരിട്ട് ചോദ്യം ചെയ്യാം. അതല്ല എങ്കിൽ ഈ ചോദ്യാവലി കൊടുക്കുക. അത് നമുക്കറിയില്ല. അത് ഇഡിയുടെ ഭാഗത്ത് മാത്രം നിൽക്കുന്ന അവരുടെ ഒരു ടാറ്റിക്സ് ആണ്, അവരുടെ ഒരു തീരുമാനമാണത്. അപ്പോൾ എന്തായാലും ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചോദ്യാവലിക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അങ്ങനെ ഇഡിക്ക് ഈ രേഖാമൂലം കൈയെഴുത്തിലൂടെ ഇതിന്റെ ഉത്തരം നൽകുമ്പോൾ അതൊരു രേഖയായി മാറും. കാരണം കോടതിയുടെ മുൻപാകെ ഇതൊരു കൃത്യമായ തെളിവായി ഒരു എവിഡൻസ് ആയി മാറും. അതാണ് ഈ എഴുതി നൽകുന്നതിന്റെ പ്രത്യേകത. മറ്റേതാണെങ്കിൽ വീഡിയോയിൽ കൂടി ചിത്രീകരിച്ചൊക്കെയാണ് അതിന്റെ ഈ നേരിട്ടുള്ള ചോദ്യം ചെയ്യലിന്റെ രീതി. അങ്ങനെ 2 തരത്തിലാണ് ഇഡി
ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ വീണ വിജയൻ ഹാജരാകുന്നത് ഇഡിക്ക് വ്യക്തത വരുത്തേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, 2016 മുതൽ 2021 വരെ എക്സാലോജിക്കും ഈ CMRലും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകൾ എന്തെല്ലാം സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 2,78,00,000 രൂപയുടെ പ്രശ്നമാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ആ 2,78,00,000 രൂപയുടെ സേവനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. പിന്നെ രണ്ടാമതുള്ളത് ഈ പറയുന്ന CMRലിന്റെ അനുബന്ധ കമ്പനിയായിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനിയുടെ ലോൺ വിശദാംശം. ആ കമ്പനിയിൽ നിന്നും വീണ 50 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ തിരിച്ചടച്ചത് ഏതാണ്ട് വളരെ തുച്ഛമായ തുക മാത്രമാണ്. അപ്പോൾ എന്തിനാണ് ആ ലോൺ എടുത്തത്, എന്തുകൊണ്ടാണ് ആ ലോൺ പൂർത്തിയാകാത്തത് തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇഡിയുടെ മുന്നിലുള്ളത്. വീണയ്ക്ക് മുന്നിലും അതേ ചോദ്യങ്ങൾ വരുമ്പോൾ വീണ അതെങ്ങനെ പ്രതികരിക്കും, എങ്ങനെയാണ് അതിന് മറുപടി കൊടുക്കുക എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2016 ഡിസംബർ 30 CMRലുമായി ആദ്യ കരാർ ഒപ്പിട്ടു. അതിന്റെ പകർപ്പെല്ലാം തന്നെ SFIO കോടതിയിൽ നിന്നും ഇഡി അതിന്റെ പകർപ്പ് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 134 തെളിവുകളാണ് ഇഡിയുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. 2017 എക്സാലോജിക്കും CMRലും ഉണ്ടാക്കിയ കരാർ, അതേപോലെ എക്സാലോജിക്ക് CMR നൽകിയ സേവന വ്യവസ്ഥ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള നിരവധി സംശയങ്ങളാണ് ഇഡിക്ക് ഉള്ളത്. അതിന് കൃത്യമായി മറുപടി നൽകേണ്ടതുണ്ട്. ഈ വീണയെ മാത്രമല്ല, CMRൽ ഉടമയുള്ള ഒരാളായിട്ടുള്ള ഈ പറയുന്ന ശശിധരൻ കർത്തായെ അടക്കം 9 പേരെയാണ് ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തായും ഉൾപ്പെടുന്നു. പക്ഷേ ശരണിനെ തിങ്കളാഴ്ച ഹാജരാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഈ പറയുന്ന 8 പേരും ഇന്ന് ഹാജരാകേണ്ടതുണ്ട്. അതിൽ നിന്ന് വീണ അസുഖബാധിതയായി ഞാൻ ഇരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല, ഇന്ന് പറ്റില്ല, വേറൊരു ദിവസം അറിയിക്കാൻ ഇഡിയോട് അറിയിച്ചിട്ടുണ്ട്. ഈ രേഖകളെല്ലാം തന്നെ ഇഡി ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ മുഖേന നൽകാനും തയ്യാറാണ് എന്ന് ഇമെയിൽ കൂടി അറിയിച്ചതോടെ ഇഡി അത് അംഗീകരിക്കുകയായിരുന്നു. പക്ഷേ അടുത്ത ഒരു ഡേറ്റ് ഇഡി പറയും, അല്ലാതെ ഇതോടുകൂടി അവസാനിക്കില്ല. വീണയ്ക്ക് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. അടുത്ത ഒരു ഡേറ്റ് ഇഡി പറയുന്നുണ്ട്. ആ ഡേറ്റിൽ വീണ ഹാജരായേ മതിയാവുകയുള്ളൂ. അത് എന്നാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ല. അത് ഇഡി ഇന്നലെ തന്നെ അറിയിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ആ ഡേറ്റിൽ വീണ ഹാജരായേ പറ്റുകയുള്ളൂ. ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസിൽ ഹാജരാകണം. ഹാജരായിട്ട് ഈ പറയുന്ന 2 തരത്തിലെ ചോദ്യം ചെയ്യലിന് വിധേയമാകണം. ഒന്നുകിൽ നേരിട്ടുള്ള ചോദ്യം ചെയ്യലിന്, അല്ല എങ്കിൽ ഈ പറയുന്ന ചോദ്യാവലിക്കുള്ള ഉത്തരമെന്ന നിലയിൽ. 2 തന്നെയായാലും ഇഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന FIR ഒന്നും ഇടാതെ തന്നെ ഈ പറയുന്ന മൊഴി അല്ലെങ്കിൽ എഴുതിത്തരുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇഡിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു അധികാരം എന്ന് പറയുന്നത്. ആ അധികാരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡേറ്റിൽ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഒരുപക്ഷെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. അല്ലാതെ ഇഡി അങ്ങനെ അങ്ങ് വീണയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇഡിയുടെ എല്ലാ ശ്രദ്ധയും ഈ വീണയിൽ തന്നെയായിരുന്നു. നമുക്കറിയാമല്ലോ, റെയ്ഡിന്റെ അടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇഡി വീണയെ അടുത്ത ദിവസം ചോദ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടായേക്കും. ആ ദിവസം അറസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി കുറവ് ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തെ ആ ഡേറ്റിൽ വീണ ഹാജരാകുന്നു. ആ ഹാജരാകുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു തവണ കൂടിയോ അല്ലെങ്കിൽ 2 തവണ കൂടിയോ, അതൊക്കെ ഇഡിയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്, എത്ര തവണ വിളിച്ചു വരുത്തണം എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ആദ്യത്തെ ദിവസം അറസ്റ്റ് ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ എന്ത് തന്നെയായാലും അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെ ഒരു അറസ്റ്റ് തന്നെയാണ് ഇഡി ആഗ്രഹിക്കുന്നത്. വീണ വിജയനെ അറസ്റ്റ് ചെയ്ത് ഇതിന്റെ വിശദാംശങ്ങൾ 2,78,00,000 രൂപയുടെ വിശദാംശങ്ങളും 50 ലക്ഷം ലോണിന്റെ വിശദാംശങ്ങളുമാണ് ഇഡിക്ക് അറിയേണ്ടത്. അതിലാണ് വ്യക്തത വരുത്തേണ്ടത്. അതിൽ വീണ എന്തു പറയും എന്നുള്ളതാണ് ഇഡിക്ക് അറിയേണ്ടത്. എന്ന് മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് മാത്യു കുഴൽനാടനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഇത് പിണറായി വിജയന്റെ ഭരണകാലത്ത് നടന്ന ഒരു ഇടപാടാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നടത്തിയ ഒരു അഴിമതി പണമാണിത്. മകളുടെ പേരിൽ ഇങ്ങനെ ഒരു കൃത്രിമ കമ്പനി ഉണ്ടാക്കി, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കടലാസ് സംഘടന ഉണ്ടാക്കി, അതുവഴി ആ അഴിമതി പണം വെളുപ്പിച്ചെടുക്കുകയായിരുന്നു, ടാക്സ് ഒക്കെ അടച്ച് അത് വെളുപ്പിച്ചെടുക്കുകയായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ പറയുന്നത്. എന്തു തന്നെയായാലും വീണ ഇന്ന് കൃത്യമായി ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ഇന്നായിരുന്നു വീണയുടെ ചോദ്യം ചെയ്യാൻ കേരളം മുഴുവൻ ആകാംക്ഷയോടുകൂടി നോക്കി നിന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. വീണയെ ചോദ്യം ചെയ്യുമോ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ സമർത്ഥമായി ഇന്നലെ തന്നെ വീണ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഒരു ദിവസത്തെ ഒഴിഞ്ഞുമാറ്റം മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ വീണയ്ക്ക് തീർച്ചയായും ഇഡിയുടെ മുന്നിൽ ഹാജരാകേണ്ടി വരും, മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്.
An eye for truth.